പാർക്കിൽ കയറി വസ്ത്രം മാറി 3 വീടുകളുടെ മതിൽ ചാടിക്കടന്നാണ് ഇർഫാൻ ജോഷിയുടെ വീട്ടിലെത്തിയത്. സംവിധായകന്റെ വീട്ടിലേക്ക് കയറിയത് അടുക്കളയിലെ വാതിൽ പൊളിച്ചും അവിടെ നിന്ന് കൊണ്ടുപോയത് 1 കോടിയുടെ ഉരുപ്പടിയും. 14 മണിക്കൂറിനുള്ളിൽ കള്ളനെ പിടിച്ചു. അങ്ങനെ കൊച്ചിയിലെത്തിയ കള്ളനെ തെളിവെടുപ്പിനും എത്തിച്ചു. പക്ഷേ കള്ളൻ വലിയ പുള്ളിയാണെന്ന് പോലീസിനറിയാം. ഇവിടെ എടുക്കേണ്ട കരുതലും പോലീസ് എടുത്തു. അസാധാരണമായ കരുതൽ. കൊച്ചി അസിസ്റ്റന്റ് കമ്മീഷണറാണ് പി രാജ്കുമാർ. മമ്മൂട്ടിയുടെ നാടായ ചെമ്പിൽ നിന്നുള്ള പോലീസുകാരൻ. സൂര്യനെല്ലി കേസിലെ പ്രതിയെ പിടിച്ചതു മുതൽ വിസ്മയ കേസിലെ വിധി വരെ ഈ പോലീസുകാരന്റെ അന്വേഷണ മികവിന് തെളിവായുണ്ട്. സംവിധായകൻ ജോഷിയുടെ വീട്ടിലെ കളവും ഈ ഉദ്യോഗസ്ഥന്റെ മുന്നിലേക്കാണ് വന്നത്. കരുതലോടെ അന്വേഷിച്ച് ആദ്യം കവർച്ചക്കാരന്റെ കാറിനെ കണ്ടെത്തി. അതിനുശേഷം കാറിന്റെ വേഗത അടക്കം വിശകലനം ചെയ്ത് ഉടുപ്പിയിൽ കുടുക്കി. എല്ലാത്തിനും വേണ്ടി വന്നത് 12 മണിക്കൂറിൽ താഴെ സമയം. അതേ രാജ്കുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രതിയുടെ തെളിവെടുപ്പും നടത്തിയത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. മമ്മൂട്ടിയുടെ നാട്ടുകാരനായ രാജ്കുമാറിനെ കേരള പോലീസിൽ സേതുരാമയ്യർ എന്ന വിളിപ്പേരാണ്. മമ്മൂട്ടി ചിത്രമായ CBI ഡയറിക്കുറിപ്പിലെ അന്വേഷകന്റെ കരുതൽ ഈ ഉദ്യോഗസ്ഥനും തന്റെ പോലീസ് ജീവിതത്തിൽ കാട്ടുന്നു. അതിന് തെളിവാണ് ബീഹാറി റോബിൻഹുഡുമായുള്ള കൊച്ചിയിലെ രാജ്കുമാറിന്റെ തെളിവെടുപ്പ്. മോഷണം നടത്തിയ രീതി കൂസലില്ലാതെ പോലീസിന് മുന്നിൽ വിവരിച്ച് ബീഹാർ റോബിൻഹുഡ് മുഹമ്മദ് ഇർഫാൻ. മോഷണ ദിനത്തിലെ പ്രതിയുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി പുനഃസൃഷ്ടിച്ചുള്ള തെളിവെടുപ്പുമായി പോലീസ്. ഇന്നലെ വൈകിട്ട് 5:30യോടെയാണ് എറണാകുളം ACP പി രാജ്കുമാറിന്റെ നേതൃത്വത്തിൽ പ്രതിയെ പനമ്പള്ളി നഗറിലെത്തിച്ച് തെളിവെടുത്തത്. പനമ്പള്ളി നഗറിൽ ക്രോസ് റോഡ് 8-ന് സമീപം വാഹനം പാർക്ക് ചെയ്ത് നടന്നാണ് ജോഷിയുടെ വീടുള്ള ക്രോസ് റോഡ് 10B-യിലെ സ്ട്രീറ്റ് ബിയിലെത്തിയത്. ഇതിനുശേഷം റോഡിന് എതിർവശത്തെ പാർക്കിൽ കയറി ടീഷർട്ട് മാറി. ഇതിന്റെ എതിർവശത്ത് ഈ സ്ട്രീറ്റിന്റെ അറ്റത്തുള്ള വ്യവസായി ജോർജ് അലക്സാണ്ടർ മുത്തൂറ്റിന്റെ വീടിന്റെ മതിൽ ചാടി ഉള്ളിൽ കടന്നു. മോഷണ ദിനത്തിൽ ചെയ്തതുപോലെ മതിൽ ചാടി പോലീസിന് കാട്ടിക്കൊടുത്തു. ഇവിടെയാണ് രാജ്കുമാർ എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ കരുതൽ വ്യക്തമായത്. മതിൽ ചാടാൻ ബുദ്ധിമുട്ട് കാട്ടിയപ്പോൾ ഇപ്പോൾ ചാടാൻ എന്താണ് പ്രശ്നം എന്ന് പോലീസ് ചോദിച്ചപ്പോൾ കയ്യിൽ വിലങ്ങിട്ട് എങ്ങനെ മതിൽ ചാടും എന്നായിരുന്നു പ്രതിയുടെ മറുചോദ്യം. കൈവിലങ്ങ് അഴിക്കാതെ തന്നെ കയറാനായിരുന്നു നിർദ്ദേശം. ഈ മതിൽ കയറുമ്പോൾ താഴേക്ക് വലിയൊരു കുഴിയുണ്ട്. മതിൽ കയറുന്ന പ്രതിക്ക് ആ വഴിയിലൂടെ ചാടി രക്ഷപ്പെട്ട് ഓടാം. ഇത് അതിവേഗം രാജ്കുമാർ മനസ്സിലാക്കി. മതിൽ ചാടിക്കയറാൻ ആവശ്യപ്പെടുന്നതിന് മുൻപ് മറ്റൊരു പോലീസുകാരനെ മതിലിന് മുകളിൽ കയറ്റി. ആ കുഴിയിലേക്ക് അത്ര വേഗം പ്രതിക്ക് ചാടാൻ കഴിയില്ലെന്ന് ഉറപ്പിച്ചു. അതിനുശേഷം മാത്രമാണ് വിലങ്ങുമായി പ്രതി മതിലിലേക്ക് കയറിയത്. ചെറുകാര്യങ്ങളിൽ പോലും കരുതൽ എടുക്കേണ്ടത് എങ്ങനെ എന്നത് രാജ്കുമാർ എന്ന ഉദ്യോഗസ്ഥൻ സ്വന്തം പ്രവൃത്തിയിലൂടെ കാട്ടിത്തന്നു. പ്രതിയെ മതിൽ കയറ്റുന്നതിന് മുൻപ് തന്നെ ആ സ്ഥലം കൃത്യമായി രാജ്കുമാർ നോക്കി മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടു തന്നെ എടുക്കേണ്ട കരുതലിനെ കുറിച്ചും മനസ്സിലാക്കി. ഈ മതിൽ ചാട്ടത്തിനു ശേഷം തുടർന്നുള്ള 2 വീടുകളുടെ പിന്നാമ്പുറത്തേക്ക് കൂടി പ്രതി മതിൽ ചാടി എത്തിയെങ്കിലും മോഷണ ശ്രമം വിജയിച്ചില്ല. അതിനുശേഷമാണ് ജോഷിയുടെ വീട്ടിലേക്ക് എത്തിയത്. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് കൊച്ചിയിലെത്തിയതെന്ന് പ്രതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഓട്ടോക്കാരോട് ചോദിച്ചാണ് നഗരത്തിൽ സമ്പന്നർ താമസിക്കുന്നത് പനമ്പള്ളി നഗറിലാണെന്ന് കണ്ടെത്തിയത്. ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ പനമ്പള്ളി നഗറിലെത്തി ഏറെ നേരം ചുറ്റിക്കറങ്ങി പ്രതി ഭക്ഷണം കഴിച്ച തലപ്പാക്കട്ടി ബിരിയാണി റെസ്റ്റോറന്റിലായിരുന്നു തെളിവെടുപ്പിന് ആദ്യം എത്തിച്ചത്. കൈവിലങ്ങണിയിച്ച് വൻ പോലീസ് സംഘത്തിന്റെ സാന്നിധ്യത്തിലാണ് പ്രതിയെ എത്തിച്ചത്. ഹിന്ദി സംസാരിക്കുന്ന പ്രതിയുമായി ആശയവിനിമയം നടത്താൻ ദുഭാഷി ഉൾപ്പെടെ സ്ഥലത്തെത്തി. റെസ്റ്റോറന്റിലെ വെയിറ്ററായ പെൺകുട്ടി ഇർഫാനെ തിരിച്ചറിഞ്ഞു. മട്ടൻ ബിരിയാണിയാണ് കഴിച്ചതെന്ന് ഇർഫാൻ പറഞ്ഞത് പെൺകുട്ടിയും ശരിവെച്ചു. എന്നാൽ പണം നൽകിയതെങ്ങനെ എന്ന പോലീസിന്റെ ചോദ്യത്തിന് പെൺകുട്ടിയുടെ മറുപടി തെറ്റി. ഗൂഗിൾ പേ വഴിയാണ് പണം നൽകിയതെന്ന് പെൺകുട്ടി പറഞ്ഞപ്പോൾ ഇർഫാൻ ഇടഞ്ഞു. തനിക്ക് ഗൂഗിൾ പേ ഇല്ലെന്നും 500 രൂപ നോട്ടാണ് നൽകിയതെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു. 356 രൂപ ബിൽ നൽകിയ ശേഷം ബാക്കി കിട്ടിയ തുകയിൽ 100 രൂപ താൻ എടുക്കുകയും 44 രൂപ ടിപ്പ് നൽകിയെന്നും വെളിപ്പെടുത്തി. സംശയമുണ്ടെങ്കിൽ CCTV നോക്കാനും പ്രതി പോലീസിനോട് ആവശ്യപ്പെട്ടു. കാറിന് പെട്രോൾ അടിച്ച വളഞ്ഞമ്പലത്തെ പമ്പും പ്രതി പോലീസിന് കാട്ടിക്കൊടുത്തു. ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ പ്രയോഗത്തിൽ തന്നെ ജോഷിയുടെ വീടിന്റെ ജനാല തുറന്നുവെന്നും പ്രതി വെളിപ്പെടുത്തി. അഴിയില്ലാത്ത ജനലിലൂടെ അകത്ത് കടക്കുകയും ചെയ്തു.
മുകളിലെ നിലയിലെത്തി 2 മുറികളിൽ കയറി. ഇതിൽ ഒരു മുറിയിലെ ഷെൽഫിൽ നിന്നാണ് ആഭരണങ്ങൾ കവർന്നത്. ആഭരണം സൂക്ഷിച്ചിരുന്ന ഷെൽഫ് പൂട്ടിയിരുന്നില്ല. ആഭരണങ്ങൾ അവിടെ നിന്ന് തന്നെ കിട്ടിയ പെട്ടിയിലേക്ക് മാറ്റിയ ശേഷം ഇത് ടെറസിലെ ഗാർഡനിൽ കൊണ്ടുവച്ചു. തുടർന്ന് മറ്റു മുറികളിൽ കൂടി പരിശോധിച്ച ശേഷമാണ് പെട്ടിയുമായി അടുക്കള ജനാല വഴി തന്നെ രക്ഷപ്പെട്ടത്. വിരലടയാളം ഒഴിവാക്കാൻ സോക്സ് കയ്യിലണിഞ്ഞിരുന്നതായും ദൃശ്യങ്ങൾ പതിയാതിരിക്കാൻ CCTV ക്യാമറ തിരിച്ചുവെച്ചത് സോക്സ് കയ്യിലണിഞ്ഞാണെന്നും പ്രതി വെളിപ്പെടുത്തി. ഇതെല്ലാം പോലീസിന് മുന്നിൽ അതേപടി ഇർഫാൻ അവതരിപ്പിച്ചു കാണിച്ചു. 3 മണിക്കൂറിലേറെ നീണ്ട തെളിവെടുപ്പിന് ശേഷമാണ് പ്രതിയെ തിരികെ കൊണ്ടുപോയത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ.